الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. صدق الله العظيم. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും ഈ ഭൗതിക ജീവിതത്തിൻ്റെ മുഖമുദ്രയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതാണ്. ശാരീരികമോ മാനസികമോ ആയ അധ്വാന ഭാരം വഹിക്കാതെ ആർക്കുമൊന്നും കൊടുക്കണ്ട എന്നാണ് അള്ളാഹുവിൻ്റെ തീരുമാനം. ചില കാര്യങ്ങളിൽ അത്ര വലിയ അധ്വാനമൊന്നും നമ്മൾ വഹിച്ചില്ല എന്ന് തോന്നാമെങ്കിലും മറ്റു പല കാര്യങ്ങളിലും അധ്വാനത്തിൻ്റെ ഭാരം വഹിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെയധികം കഷ്ടപ്പെട്ടാലും നമ്മൾ ഉദ്ദേശിച്ച അനുകൂലമായ റിസൾട്ട് അല്ലെങ്കിൽ ഫലം ഉണ്ടാവാതിരിക്കാം. അത്രയൊന്നും ബുദ്ധിമുട്ടാതെ തന്നെ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്ര സുഖവും സന്തോഷവും കിട്ടുന്ന ഫലവും ഉണ്ടാവാം. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വളരെ ആസൂത്രിതമായ പദ്ധതി പ്രകാരം നടന്നു പോകുന്നതാണ് എന്നാണ് ഖുർആൻ നമ്മൾ പഠിപ്പിക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ സഹിക്കാൻ പര്യാപ്തമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു സൃഷ്ടിപ്പാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകിയിട്ടുള്ളത്. 2-3 ആഴ്ചകൾക്ക് മുമ്പുള്ള ഖുതുബയിൽ അത് വിശദീകരിക്കേണ്ടായി. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. ഖബദിലായിക്കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ ക്ലേശം സഹിക്കാൻ പര്യാപ്തമായ ഒരു ശാരീരികവും മാനസികവുമായ അവസ്ഥ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. നമുക്കെപ്പോഴും പരാതി ഉണ്ടാകുക വേദനയും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ അനുഭവപ്പെടുമ്പോഴാണ്. ജീവിതത്തിൽ സുഖമുണ്ടാകുന്ന, സന്തോഷമുണ്ടാകുന്ന, ആശ്വാസമുണ്ടാകുന്ന സംഗതികളുണ്ടാകുമ്പോൾ ആർക്കും പ്രത്യേകിച്ച് പരാതിയൊന്നും ഉണ്ടാവില്ല. അതേസമയം വേദന ഉണ്ടാകുമ്പോൾ, കഷ്ടപ്പാടുണ്ടാകുമ്പോൾ, രോഗം ഉണ്ടാകുമ്പോൾ, ധനനഷ്ടം വരുമ്പോൾ, മാനഹാനി ഉണ്ടാകുമ്പോൾ ഒക്കെ പരാതിയും പരിവട്ടവും പ്രശ്നവും പ്രയാസവും ഒക്കെ മനുഷ്യന് സ്വാഭാവികമാണ്. അങ്ങനെ ഒരു നേച്ചറാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ഈ ദുനിയാവിൽ കഠിനമായ അധ്വാനം നടത്തി അള്ളാഹുവിലേക്ക് നടന്നെടുക്കുന്ന ഒരു ജീവിതമാണ് എന്നത് മനുഷ്യനോട് മൊത്തത്തിൽ വേറെ സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക ഖാദിഹുൻ ഇലാ റബ്ബിക ഖദ്ഹൻ ഫമുലാഖി. അല്ലയോ മനുഷ്യ, നീ കഠിനമായ അധ്വാനത്തോടുകൂടി നിന്റെ രക്ഷിതാവിലേക്ക് നടന്നെടുക്കുകയും അവനെ കണ്ടുമുട്ടുകയും ചെയ്യേണ്ടവനാണ്. അപ്പോൾ അള്ളയിലേക്കുള്ള ഒരു നടത്തം, അള്ളയിലേക്കുള്ളൊരു യാത്ര, അതല്ലാത്ത ഒന്നും ഈ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ്. ആശ്വാസം എന്നത് യഥാർത്ഥത്തിൽ മനസ്സിലാവണമെങ്കിൽ വിഷമങ്ങളുടെ അല്ലെങ്കിൽ ആയാസത്തിൻ്റെ വിഷമം നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ എന്നതാണ്. ഒരുപാട് വിഷമവും ബുദ്ധിമുട്ടുമൊക്കെ സഹിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ആശ്വാസത്തിന് അനിർവചനീയമായ അനുഭൂതി ഉണ്ടാകും. നമുക്ക് തന്നെ അറിയാം,
കുറേ നല്ല വെയിൽ കൊണ്ടതിന് ശേഷം കുറച്ച് തണുത്ത വെള്ളം കുടിക്കുമ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാവും, നല്ല ആശ്വാസം അനുഭവപ്പെടും. അപ്പോൾ ആ വെയിലിൻ്റെ കാഠിന്യം നമ്മുടെ ശരീരത്തിന് താങ്ങാനാവാതെ വരുമ്പോഴാണ് നമുക്ക് വളരെ അസ്വാസ്ഥ്യജനകമായ ഒരു മാനസിക ശാരീരിക സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ നിന്ന് മോചനം നേടാൻ കുറച്ച് തണുത്ത വെള്ളം എന്നതുപോലെ, അതുപോലെ ജീവിതത്തിൻ്റെ ഒരുപാട് പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾക്കിടയിൽ നമ്മൾക്ക് ആശ്വാസം പറ്റും. മാത്രമല്ല, പ്രയാസങ്ങളല്ല ആശ്വാസമാണ് കൂടുതൽ വെച്ചിട്ടുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഒരു പ്രയാസം രണ്ടാശ്വാസങ്ങൾക്കിടയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രയാസം അതായത് ആശ്വാസങ്ങളെ എളുപ്പങ്ങളെ അതിജയിക്കൂല എന്ന് പറഞ്ഞാൽ പ്രയാസം കൊണ്ട് മനുഷ്യൻ ബുദ്ധിമുട്ടി നശിച്ചുമാണ് പ്രശ്നമില്ല. അപ്പോൾ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്നവർ, ശാരീരികമായ പ്രയാസം അനുഭവിക്കുന്നവർ, അതുപോലെ തന്നെ മറ്റു പലതരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഠിനമായ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രവാചകനെയാണ് സംബോധന ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ അള്ളാഹുവിൻ്റെ ഒരു മാറ്റമില്ലാത്ത തത്വം സത്യവിശ്വാസികളെ മൊത്തം പഠിപ്പിക്കുന്ന രീതിയിലാണ് ഈ സൂറത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ആശ്വാസം ആയാസത്വം, അതായത് വിഷമത്തോടൊപ്പമാണ് സൃഷ്ടിച്ചിട്ടുള്ളതെന്ന്. എന്നാൽ വിഷമങ്ങൾക്ക് സ്ഥായിയായ ഒരു ഭാവം ഉണ്ടാവില്ലെന്ന്, വിഷമങ്ങളെ അതിജയിക്കാനുള്ള ആശ്വാസം നാം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും പഠിപ്പിക്കുന്ന സൂറത്ത് അശ്റഹ്, വിശാലത എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. 94-ാമത്തെ അധ്യായമായിട്ട് ഖുർആനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അലം നശ്റഹ് ലക സദ്റക നമ്മൾ സാധാരണ ഓതുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇതിന് ഒരുപാട് ആഴത്തിലുള്ള അർത്ഥതലങ്ങളുണ്ട്. അലം നശ്റഹ് ലക സദ്റക, നിന്റെ ഹൃദയത്തെ നാം നിനക്ക് വിശാലമാക്കി തന്നില്ലേ എന്നാണ് റസൂലിനോട് ചോദിക്കുക. അത് നമ്മളോടുള്ള ചോദ്യമാണ്. നമ്മുടെ ഹൃദയത്തെ നാം വിശാലമാക്കി നിന്റെ മുതുകലിലൊടിച്ച് കളയുന്ന അല്ലെങ്കിൽ നട്ടലിലൊടിച്ച് കളയുന്ന ഭാരം നാം ഇറക്കി വച്ചില്ലേ. ഇതിൽ വളരെ വലിയ ചില സംഗതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഖുർആൻ മറ്റ് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ് പ്രവാചക മനസ്സിൽ ആശ്വാസം എത്തിച്ച് അല്ലെങ്കിൽ വിശാലത എത്തിച്ചത് എന്നുള്ളതിന് ഒരുപാട് തലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. അത് എല്ലാ ആളുകൾക്കും ബാധകമായിട്ടാണ് അല്ലാഹു തആല പറയുന്നത്. വമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം. അല്ലാഹു ആരെങ്കിലും ഒരു നന്മ അല്ലെങ്കിൽ സന്മാർഗം നൽകാൻ ഉദ്ദേശിച്ചാൽ, അല്ലാഹു സന്മാർഗം നൽകാൻ ഉദ്ദേശിച്ചാൽ, വളരെ അർത്ഥവത്താണ് ആ വാക്ക്. തെറ്റിദ്ധരിക്കുന്നവന് തെറ്റിദ്ധരിച്ച് നാശാവാനും നേരെ ചിന്തിക്കുന്നവന് നേരെ ചിന്തിച്ച് ഹിദായത്തിലാവാനും അതിൽ തന്നെ പഴുതുകളുണ്ട് എന്നുള്ളതാണ്. ഇസ്ലാമിൻ്റെ പല സംഗതികളും അങ്ങനെയാണ്. കാരണം അള്ളാഹ് ഹിദായത്തിലാക്കും, അള്ളാഹ് വലാലത്തിലാക്കും എന്നൊക്കെ പറയുമ്പോൾ വക്രതയുള്ളവർ അള്ളല്ലേ വലാലത്തിലാക്കിയത് എന്ന് പറഞ്ഞ് മുഷ്ടി പിടിക്കുന്ന ചില സ്വഭാവമുണ്ട്. അതേസമയം വേറെ ചിലയിടത്തത് വളരെ കൃത്യമായി അല്ലാഹു തആല പറഞ്ഞു ആരെയാണ് ഹിദായത്തിലാക്കുന്നത്, ആരെയാണ് വലാലത്തിലാക്കുന്നത്. അപ്പോൾ ആ വഴി തേടിപ്പോകുന്നതിന് പകരം പ്രത്യക്ഷത്തിൽ കേട്ടതിൻ്റെ നേരെ ഒരുതരം മുഷ്ക് സ്വഭാവം കാണിക്കുന്ന മൊരട്ടൻ സ്വഭാവം, ഇണക്കമില്ലാത്ത സ്വഭാവം സത്യവിശ്വാസിക്ക് ചേർന്നതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇണക്ക സ്വഭാവം ഇല്ലായ്മ അത് സത്യവിശ്വാസി ചേർന്നതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വമൻ യുരിദില്ലാഹ്, ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ അൻ യഹ്ദിയഹു, അവനെ നേർമാർഗത്തിലാക്കാൻ ഉദ്ദേശിച്ചാൽ യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം, അവൻ്റെ ഹൃദയത്തെ ഇസ്ലാമിലേക്ക് വിശാലമാക്കി കൊടുക്കും. അപ്പോൾ ആർക്കെങ്കിലും ഹിദായത്ത് നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ അവൻ്റെ ഹൃദയത്തെ ഇസ്ലാമിലേക്ക് വിശാലമാക്കി കൊടുക്കുമെന്ന് വളരെ കൃത്യമായി അല്ലാഹു തആല പറയാം. അപ്പോൾ ഇസ്ലാമിലേക്ക് വഴി തുറന്ന മനസ്സിന് മാത്രമേ ഹൃദയ വിശാലത ഉണ്ടാവുകയുള്ളൂ എന്നുണ്ട്. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരി മിർ റബ്ബിഹി, വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിലേക്ക്, അവൻ്റെ മനസ്സിന് ഇസ്ലാമിനോട് താല്പര്യം ഉണ്ടാക്കി കൊടുത്താൽ അവൻ തൻ്റെ രക്ഷിതാവിൻ്റെ പ്രകാശത്തിലാണ് നിലകൊള്ളുന്നത്. ഈ ഇസ്ലാമിലേക്ക് താല്പര്യമുണ്ടാക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് അറിയുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. അള്ളാഹുവിനെ കുറിച്ച് അറിയുക എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും അറിയുക എന്നുള്ളതാണ്. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനെ ഇങ്ങനെ ഭൂമിയിൽ നിന്ന് ഉയർത്തി 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 കൊണ്ടുപോകുന്ന ഒരു പ്രത്യേകമായ സംഗതിയാണ് ഈമാൻ എന്നുള്ളത്. ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ്. അവൻ്റെ മനസ്സിൽ വിശ്വാസം നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ അവനും അവൻ്റെ ചുറ്റുപാടുകളും അതുപോലെ ജീവിതത്തിൻ്റെ എല്ലാ സംഗതികളും
അവന് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുക. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈമാൻ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ പ്രപഞ്ച യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക എന്നാണ് യഥാർത്ഥത്തിൽ എൻ്റെ അർത്ഥം. അള്ളാഹുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം അറിയുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അറിയുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനസ്സിങ്ങനെ വിശാലമാവും. അപ്പോൾ അവന് ചുറ്റുപാടുകൾ അവനെക്കുറിച്ച് അറിയും. അവൻ്റെ ശരീരം, അവൻ്റെ ആത്മാവ്, അവൻ്റെ ജീവൻ, അവൻ്റെ ചുറ്റുപാട്, അവൻ താമസിക്കുന്ന ഭൂമി, അവൻ ഉൾക്കൊള്ളുന്ന സൗരയുധം, അവൻ്റെ പ്രപഞ്ചം, അങ്ങനെ പ്രപഞ്ചങ്ങളുടെ പ്രപഞ്ചം, ആകാശങ്ങൾ, ആകാശ അതിർത്തി, അങ്ങനെ പോയി 7-ാം ആകാശം കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചേർന്ന സിദ്റത്തുൽ മുൻതഹയുടെ അടുത്തെത്തും. ഈ മഹാപ്രപഞ്ചത്തിൻ്റെ അപ്പുറത്ത് മഹാനായ രക്ഷിതാവിൻ്റെ അർശിൻ്റെ താഴ്ഭാഗത്തേക്കെത്തും. സത്യവിശ്വാസിയുടെ മനസ്സ് അള്ളാഹുവിൻ്റെ അർശാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഹദീസുണ്ട്. ഈ ഭൂമി മൊത്തം അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് ഭൂമി. പക്ഷേ മനുഷ്യ മനസ്സ്, ആദമിൻ്റെ മനസ്സിന് അള്ളാഹുവിൻ്റെ അർശിൻ്റെ അത്രയും വ്യാപ്തി അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആ വിശാലത, ആകാശത്തിൻ്റെ അപ്പുറം മനസ്സുയർന്നു വരുമ്പോൾ ഇങ്ങ് മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ ഈ പ്രപഞ്ചം, ഭൂമിയല്ല, ഈ പ്രപഞ്ചം തന്നെ ഒരു മുട്ടസൂചിയുടെ തലയുടെ അത്ര പോലും ഇല്ലാത്തതായിട്ട് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. നമ്മൾ ഈ ഭൂമിയിലാണ് താമസിക്കുന്നത്, ഈ തടിയിലാണ് നിലനിൽക്കുന്നതെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ വിശാലത ഈ പ്രപഞ്ചാതിർത്തിക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു സത്യവിശ്വാസം. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ പ്രപഞ്ചവും അത് സൃഷ്ടിച്ച എല്ലാം സംരക്ഷിച്ച് വളർത്തുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എൻ്റെ നാഥൻ. അവൻ്റെ സംരക്ഷണയിലാണ് ഞാൻ വളരുന്നത്, ജീവിക്കുന്നത് എന്ന ബോധം ഒരു മനസ്സിനുണ്ടാകുമ്പോൾ ഒന്നിനോടും അവന് പ്രത്യേക ആർത്തി ഉണ്ടാവില്ല. കാരണം ഭൂമി അള്ളാന്റെ സൃഷ്ടിയാണ്. ഈ ഭൂമിക്ക് മേലെയാണ് മനുഷ്യ മനസ്സ്. ഈ പ്രപഞ്ചമാസകലം അള്ളാന്റെ സൃഷ്ടിയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ മേലെയാണ് മനുഷ്യ മനസ്സിനുള്ള വാല്യൂ ഉള്ളത്. മനുഷ്യ മനസ്സ് അള്ളാഹു ഈ സൃഷ്ടാവുമായി സദാ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സൃഷ്ടികളെല്ലാം വളരെ നിസ്സാരമായ സംഗതിയായി തോന്നും. അപ്പോൾ അവന് ഭൂമിയിലെ ഒന്നിനോടും ആർത്തിയോടെ, പണം അവനൊരാർത്തി പിടിപ്പിക്കുന്ന ഒരു സംഗതിയല്ല. ജീവിതത്തിൻ്റെ, ഭൗതിക ജീവിതത്തിൻ്റെ ആയുർദൈർഘ്യം പോലും അവനൊരാർത്തി പിടിപ്പിക്കുന്ന സംഗതിയല്ല. സൗന്ദര്യം അവനെ ആർത്തി പിടിപ്പിക്കുന്ന സംഗതിയല്ല. കാരണം ഈ സൗന്ദര്യത്തിൻ്റെ സൃഷ്ടാവായ രക്ഷിതാവിൻ്റെ മേൽനോട്ടത്തിലുള്ള ഒരാത്മാവിൻ്റെ ഉടമയാണ് ഞാനെന്ന ബോധം അവന് പ്രത്യേകമായ ഒരു വിശാലത നൽകുന്നു. ഹൃദയത്തിലെ ഭയങ്കരമായ വിശാലത. അബൂജഹലും ഉത്ബത്തും ഷൈബത്തും അതുപോലെയുള്ള കഠിന കഠോരന്മാരായ ആളുകൾ ദുന്യാവിലെ മണ്ണും പെണ്ണും പണവും ഒക്കെ നോക്കിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമെ മർദ്ദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അതുകൊണ്ടൊന്നും നിന്റെ മനസ്സ് ഇടുങ്ങിപ്പോകണ്ട. വല്ലാണ്ട് കൂടിയപ്പോൾ ഈ മർദ്ദനം വല്ലാണ്ട് കൂടി റസൂലിന് പ്രയാസമുണ്ടായി. അതായത് മക്കത്ത് നിക്കക്കള്ളിയില്ലാതെ തായിഫിൽ പോയി ആളുകളോട് ഇത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ നിന്ന് തെരുവ് പിള്ളേർ കല്ലെറിഞ്ഞ് ഓടിച്ചതിൻ്റെ അസഹനീയമായ വ്യസനവുമായി മടങ്ങുന്ന പ്രവാചകൻ, ആ പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മുഹമ്മദ് നീ എന്തിനാണ് വ്യസനിക്കുന്നത്, വേദനിക്കുന്നത്? അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. ഇത് ഈ ദുന്യാവിലെ കുറഞ്ഞ സമയമുള്ള ഒരു കളിയാണ്. അവർക്ക് യാഥാർത്ഥ്യം പറഞ്ഞു കൊടുക്കാൻ, നന്മ പറഞ്ഞു കൊടുക്കാൻ വന്ന നിന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നുണ്ട്, നീ ഒന്നും പ്രശ്നമാക്കേണ്ടതില്ല. അബൂജഹലും ഉത്ബത്തും ഷൈബത്തും കാണുന്ന 3 പിടി മണ്ണല്ല ഈ ദുന്യാവും ജീവിതം, ഈ ലോകവും ജീവിതമെന്ന് മനസ്സിലാക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രാഉം മെഹ്റാജ് നടത്തിച്ചത്. മെഹ്റാജിന്റെ ആ ഉന്നതമായ സോപാനത്തിലേക്ക് കടത്തിക്കൊണ്ടുപോയപ്പോൾ ഈ പ്രപഞ്ചം മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിന്റെ ഉള്ളിലങ്ങായിപ്പോയി. ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിലുള്ള സൗരയുധത്തിന് തന്നെ വിലയില്ലെങ്കിൽ പിന്നെ ഈ മക്കയിലെ 3 പിടി മണ്ണിന് വേണ്ടി, അധികാരത്തിനു വേണ്ടി, കാക്കക്കാരണന്മാരാവാൻ വേണ്ടി കളിക്കുന്ന അബൂജഹലിനും ഉത്ബത്തിനും ഷൈബത്തിനും ഒക്കെ എന്ത് വിലയാണുള്ളത്? അപ്പൊ എല്ലാം ശാന്തമായി ഉയർന്ന നിലവാരത്തിൽ നിന്ന് നോക്കിക്കാണാനുള്ള ഹൃദയ വിശാലത അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമെ പ്രവാചകന് നൽകി. തായിഫിൽ പോയി എറികൊണ്ടപ്പോൾ ആ വിശാലത യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രകടിപ്പിച്ചു. തായിഫിൽ നിന്ന് എറി വീണപ്പോൾ പറഞ്ഞത്, അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഇന്നഹും ലാ യഅലമൂൻ. പടച്ച തമ്പുരാനെ, എൻ്റെ ജനതയ്ക്ക് നീ പുറത്തു കൊടുക്കണേ, അവർക്ക് അറിവില്ലാത്തത് കൊണ്ട് അവരെന്നെ എറിയുകയാണ്. ഇതേ സംഗതി തന്നെയാണല്ലോ ഈസാ നബിയും പറഞ്ഞത്, അവരോട് നീ ക്ഷമിക്കണമേ കർത്താവേ എന്ന് പറഞ്ഞത് ഈസാ നബിയും പറഞ്ഞത്. എല്ലാ പ്രവാചകന്മാരും ഈ സത്യം ഉൾക്കൊണ്ടപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ പ്രവിശാലതയുടെ അവരുടെ മനസ്സ് വലുതായി. അവരുടെ മനസ്സ് കുടിസായില്ല. മണ്ണിന്റെയോ പെണ്ണിന്റെയോ സ്വത്തിന്റെയോ ആർഭാടങ്ങളുടെയോ അലങ്കാരങ്ങളുടെയോ പിന്നാലെ പോകാൻ
അവരുടെ മനസ്സിന് പിന്നെ ലജ്ജയായി എന്നുള്ളതാണ്. അപ്പൊ ഹൃദയ വിശാലത ഉണ്ടാകുമ്പോൾ മുതുകല്ലൊടിച്ചു കളയുന്ന, നട്ടല്ലൊടിച്ചു കളയുന്ന ജീവിത ഭാരങ്ങൾ, അത് പ്രബോധനത്തിന്റെ ഭാരമായാലും, മക്കളെ വളർത്തുന്നതിന്റെ ഭാരമായാലും, ഹോസ്പിറ്റലിന്റെ നടത്തുന്ന ഭാരമായാലും, രാജ്യം ഭരിക്കുന്നതിന്റെ ഭാരമായാലും, അത് തനിയെ ഇറങ്ങിപ്പോകും. അതായത് നിന്റെ നട്ടല്ലൊടിച്ച് കളയുന്ന ആ ഭാരം നാം ഇറക്കി വെച്ചു. അപ്പൊ ആ വിശാലത നമ്മളും നേടിയെടുക്കുന്നതിന് സത്യവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട്, സത്യവിശ്വാസം ശരിക്കും സ്വാംശീകരിച്ചുകൊണ്ട് ഹൃദയവിശാലതയോടുകൂടി പെരുമാറുമ്പോൾ നിങ്ങളുടെ നട്ടല്ലൊടിച്ച് കളയുന്ന ഭാരം ഒന്നും ഉണ്ടാവില്ല. ഈമാനിൽ ആഴത്തിലിറങ്ങി അത് യഖീനാക്കി കഴിയുമ്പോൾ, ദൃഢബോധ്യമായി കഴിയുമ്പോൾ, ഈ നിങ്ങളുടെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ താൽക്കാലികവും അതിനിസാരവും വളരെ ഒരു ക്ഷണികമായ സമയത്തേക്കുള്ള ഒരു പരീക്ഷണവുമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന ഒരു യാഥാർത്ഥ്യം ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പഠിപ്പിക്കുകയാണ്. ഇത് വായിച്ചു പോകാനും മാത്രമുള്ളതല്ല, ശരിക്കും ഓരോരുത്തരും ഒന്ന് മനസ്സിലാക്കണം. ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മുന്നിൽ, പ്രയാസം അനുഭവിക്കാത്തവരായിട്ട് ആരുമില്ല. ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മുന്നിൽ വരുമ്പോൾ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കുള്ളൊരു പരീക്ഷണമാണ്, എനിക്ക് നൽകിയിട്ടുള്ളൊരു പരീക്ഷണമാണ്, ഞാൻ ക്ഷമയോടുകൂടി ഇത് തരണം ചെയ്യുമോ എന്ന് നോക്കാൻ വേണ്ടി പരീക്ഷിക്കുന്നതാണ് എന്ന് ക്ഷമയോടുകൂടി തരണം ചെയ്യാൻ ഈ ഈമാൻ ആവശ്യമുണ്ട്. ഈമാൻ ഹൃദയത്തിൽ അങ്ങ് കയറിക്കഴിഞ്ഞാൽ അത് പ്രവിശാലമാകും. അത് പ്രവിശാലമായാൽ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും അതിങ്ങനെ വളരെ വളരെ മധുരതരമായി അലിച്ചു കളയുന്നതാണ്. അപ്പൊ മുതുകൊല്ലടിക്കുന്ന ഭാരം ഇറങ്ങിപ്പോവുകയും അവനിൽ നിന്ന് നന്മ ഉണ്ടാവുകയും വറഫഅനാ ലക ദിക്റക്, നിന്റെ സ്മരണ നാം ഉയർത്തിയതുപോലെ എല്ലാ ആളുകൾക്കും ഇത് ബാധകമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്മരണ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി. അതായത് റസൂലിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത, പൈസ ഇല്ലാത്ത, അതുപോലെ പിതാവില്ലാത്ത, അനാഥനായ, ഒരു കഴിവും ശേഷിയുമില്ലാത്ത ഒരാളാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് നടന്ന ഖുറൈശികളുടെ മുന്നിലൂടെ തന്നെ നടന്നു വളർന്നു വരികയും റസൂലിന്റെ സ്മരണ ലോകത്ത് നിലനിർത്തുകയും ചെയ്തു. ഇന്നും റസൂലിന്റെ സ്മരണ ഇല്ലാതെ ഒരാൾക്കും വാക്ക് കൊടുക്കാൻ കഴിയില്ല, ഒരാൾക്കും നിസ്കരിക്കാൻ കഴിയില്ല, ഒരാൾക്ക് മുഖ്തുബ പറയാൻ കഴിയില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്മരണ വലിയ തോതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ നിർത്തി. നാളെ അള്ളാഹുവിന്റെ ഹദറത്തിൽ ചെല്ലുമ്പോൾ അവിടെയും പ്രവാചക സ്മരണ ഏറ്റവും ഉന്നതമായ നിലയിൽ നിന്നെ കുറിച്ചുള്ള സ്മരണ നാം ഉയർത്തുകയും ചെയ്തു. അത് ലോകം മുഴുവനും ആക്കിയെടുത്തു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. പ്രപഞ്ചം മുഴുവൻ, ആകാശങ്ങളിലും ഭൂമിയിലുള്ള മാലാഖമാരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്മരണ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടൊരു യാഥാർത്ഥ്യം പഠിപ്പിക്കുക, വിഷമത്തോടൊപ്പമാണ് ആശ്വാസമുള്ളത്. എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും നിന്റെ മുന്നിൽ വരുമ്പോ അതുകൊണ്ട് മനസ്സിടുങ്ങി പോവുകയോ പ്രയാസം അനുഭവിച്ച് പിന്നോട്ട് പോവുകയോ ചെയ്യേണ്ടതില്ല. അത് നമുക്കുള്ള ഒരു പാഠമാണ്. ജീവിതത്തിന്റെ ഓരോ തലത്തിലും മുന്നോട്ട് പോകും. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവര്, പഠിക്കുന്നവര്, അതുപോലെ ജോലി ചെയ്യുന്നവര്, കുടുംബം പുലർത്തുന്നവർ, അതുപോലെ മറ്റു തരത്തിലുള്ള അധ്വാനങ്ങളൊക്കെ നടത്തുന്നവർ, ഏത് തരത്തിലുള്ള അധ്വാനങ്ങൾ നടത്തുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പ്രയാസം വളരെ കഠിനമായി ചിലപ്പോൾ അനുഭവപ്പെടാറുണ്ട്. ആ പ്രയാസങ്ങള് ചിലപ്പോൾ ശാരീരികമായ പ്രയാസമായിരിക്കും, ചിലപ്പോൾ മാനസികമായ പ്രയാസമായിരിക്കും. ചില ആളുകൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളുടെ ജീവിതത്തിൽ മരിച്ചു പോകും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗിയായി കിടന്നു പോകും. അപ്പൊ ഒക്കെ വലിയ പ്രയാസം ഉണ്ടാകും. പ്രയാസപ്പെടേണ്ടെന്ന് പറഞ്ഞില്ല. പ്രയാസം ഉണ്ടാകുമ്പോ ക്ഷമയോടുകൂടി തരണം ചെയ്യാൻ ഈ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെ ഈമാനുള്ളിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് കിട്ടിയതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ് എന്ന് അവന് ബോധ്യമുള്ളൂ. അപ്പോ അല്ലാഹ് നൽകിയതിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കാനും ഉത്കൃഷ്ട നടപടികൾ ചെയ്യാനുള്ള സ്വസിദ്ധമായ ഒരു താല്പര്യം അവനുണ്ടാകും. അതായത് ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും എന്നിട്ട് അല്ലാഹുവിനെ സൂക്ഷിക്കുകയും എന്നിട്ട് ഉത്കൃഷ്ട നടപടികളെ ശരിവെക്കുകയും ചെയ്യുന്നവന് ജീവിതത്തിൽ അവന് ജീവിതത്തിൽ എളുപ്പമാർഗം അല്ലാഹു തആല ഉണ്ടാക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. അത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അതായത് നമ്മൾക്ക് സത്യവിശ്വാസം ഉള്ളിലെത്തി ഹൃദയത്തിന് വിശാലത ഉണ്ട് എന്നതിന്റെ തെളിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ നിന്ന് നിർലോഭമായി
ധാരാളമായി മറ്റുള്ളവർക്ക് കൊടുക്കാനും അവനോട് സൂക്ഷ്മത പാലിക്കാനും ഉത്കൃഷ്ട നടപടികളൊക്കെ നടപ്പിലാക്കാൻ മുൻപന്തിയിൽ വരാനുള്ള താല്പര്യം നമ്മളിലുണ്ടാവും. അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൃദയവിശാലതയുള്ള തരത്തിൽ ഈമാനുള്ളിൽ കയറിയിട്ടില്ല എന്നാണ് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഹൃദയവിശാലത നൽകുന്ന തരത്തിൽ മറ്റുള്ളവന്റെ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകളെ കണ്ടറിയാനും, ഇനി നമ്മളെ ആരെങ്കിലും ഒക്കെ വിഷമിപ്പിച്ചാൽ അത് സഹിക്കാനും ക്ഷമിക്കാനുള്ള ഒരു കഴിവ് പലപ്പോഴും നമ്മൾ അവിടെയാണ് തോറ്റു പോകുന്നത്. ആരെങ്കിലും നമ്മളെ ചീത്ത പറഞ്ഞാൽ, നമുക്ക് നഷ്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് സഹിക്കാൻ കഴിയില്ല എന്നുള്ള. ഞാൻ നേരത്തെ പറഞ്ഞു, നന്മ പറഞ്ഞു കൊടുത്തപ്പോ കല്ലെറിഞ്ഞ് കാല് പൊട്ടിച്ച ജനതയോട് മാപ്പ് ആക്കിക്കൊണ്ട് രക്ഷിതാവിനോട് അവർക്ക് മാപ്പ് നൽകാൻ പ്രാർത്ഥിക്കുന്ന പ്രവാചകന്റെ മനസ്സിനെ കുറിച്ചാണ് പ്രവാചകന്റെ മനസ്സിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോ പ്രവാചകന്റെ ആ തലത്തിലേക്ക് അങ്ങ് പൂർണ്ണമായും ഉയരാൻ കഴിഞ്ഞില്ലെങ്കിലും അതിന്റെ ഒരു തലത്തിലേക്ക് തീർച്ചയായും നമുക്ക് എത്തിച്ചേരാൻ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മള് മറ്റുള്ളവരുമായി ഇടപെടുമ്പോ മറ്റു പലർക്കുമുള്ള പല കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയില്ല, സഹിക്കാൻ കഴിയില്ല. അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മുടെ മനസ്സ് തയ്യാറാവണം. അത് തയ്യാറാവണമെങ്കിൽ അള്ളാഹുവിന്റെ സഹായം വേണം. അത് അള്ളാഹുവിന്റെ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് ഈമാൻ നമുക്ക് വളരെ ശക്തമായി നമ്മളിൽ ഉണ്ടാവണം. എങ്കിലേ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. അപ്പോഴേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, മറ്റുള്ളവർക്ക് നൽകാൻ പറ്റുള്ളൂ. അപ്പോഴേ ഉത്കൃഷ്ട നടപടികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് യഥാർത്ഥത്തിൽ ഉണ്ടാവുകയുള്ളൂ. ഇനി അങ്ങനെ കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് അവന്റെ മാത്രം കാര്യത്തിന് ഉപയോഗിച്ച് ദൂർത്തടിച്ച് കളഞ്ഞിട്ട് മറ്റുള്ളവർക്കൊന്നും കൊടുക്കാതെ ഒരുതരം ബഖീലായി. ബഖീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലവണ്ണം ചെലവാക്കേണ്ടടുത്ത് ചെലവാക്കാതിരിക്കണം, മാത്രമല്ല ആവശ്യമില്ലാത്തടത്ത് ചെലവാക്കണതും ബഖീൽ തലത്തിൽപ്പെട്ടതാണ്. അതാണ് വലിയൊരു പ്രത്യേകത. ഇസ്ലാമിന്റെ കാര്യത്തിൽ ലുബ്ദ് എന്ന് പറയുമ്പോൾ ചെലവാക്കാതിരിക്കണം മാത്രമല്ല, അല്ലാഹ് നിശ്ചയിക്കാത്ത മാർഗത്തിലേക്ക് എറിഞ്ഞ് ചെലവാക്കണതും ബഖീൽത്തനത്തിന്റെ ഭാഗമാണ്. അതങ്ങനെ തന്നെയാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആരെങ്കിലും അങ്ങനെ ബഖീൽത്തനം കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ തരത്തിൽ അവന്റെ മാത്രം കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അവൻ ഉത്കൃഷ്ട നടപടികളെ നിഷേധിക്കുന്നവൻ അവന് ജീവിതത്തിൽ പ്രയാസങ്ങളുടെ മേൽ പ്രയാസങ്ങൾ വെച്ചു കൊടുക്കുമെന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളൊരു സൽക്കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറി മാറി വഴിമാറി വരും. ഒരു ചെറിയൊരു പനി പിടിച്ചാൽ അത് വലിയ രോഗമാവാതെ അല്ലാഹു തആല പെട്ടെന്ന് ശിഫയാക്കണ കാണാം. ഇല്ലെങ്കിൽ മറിച്ചാണെങ്കിൽ നമ്മളൊരു ചെറിയ കുലുമാൽ ഒരു കുഴപ്പമുണ്ടാക്കി ഒരു ലേശം ഒരു അനധികൃതമായ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഒരു വലിയ നഷ്ടം, സത്യവിശ്വാസം ഈ ഭയങ്കര നഷ്ടം കഴിച്ചു കൊടുക്കും. കാരണം അവൻ ഇവിടെ നിന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അള്ളാന്റെ ഒരു പരിപാടിയാണ്, അതും റഹ്മത്താണ്. അപ്പോൾ എപ്പോഴും ജീവിതത്തിൽ സുഗമമായ വഴിയുണ്ടാവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് മറ്റുള്ളവർക്ക് കൊടുക്കാനും ഉത്കൃഷ്ട നടപടികൾ പ്രോത്സാഹിപ്പിക്കാനും മുന്നോട്ട് വരണം എന്നുള്ളത്. ഹൃദയവിശാലത ഉണ്ടെങ്കിലേ അതിന് സാധിക്കുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഇത് പറഞ്ഞ ശേഷം ഇദാ ഫറഗത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്, അതായത് ഉണർന്നിരിക്കുന്ന അവധി എന്നൊരു സംഗതിയുണ്ട്. നമ്മളെല്ലാവരും ഈ പണിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു അവധി, ഞായറാഴ്ച അവധി ദിവസം. ഇസ്ലാമിൽ അവധിയുടെ ഒരു 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 ഡെഫിനേഷൻ വേറെയാണ്. ജോലി മാറ്റമാണ് അവധി. ജോലി ചെയ്യാതിരിക്കണതിനല്ല അവധി എന്ന് പറയുന്നത്. ഒരു ജോലിയിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിച്ചുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ബോറടിക്കും, അപ്പോൾ അത് നിർത്തിയിട്ട് വേറൊരു ജോലിയിലേക്ക്. അതായത് ജോലി ഇല്ലാതിരിക്കുക, അവധി എന്നുള്ള ഒരു ഏർപ്പാട് ഇസ്ലാമിൽ ആകപ്പാടെ ഒരു ഹോളിഡേ പ്രഖ്യാപിച്ചുള്ള ഇദാ നൂദിയ ലിസ്സലാത്തി യൗമൽ ജുമുഅ ഫസഉ ഇലാദിരിക്കില്ല വദറുൽ ബൈ. വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വിളിച്ചാൽ നിങ്ങൾ വദറുൽ ബൈ, അന്നേരം കച്ചവടം നിർത്തി വെക്കണം. എന്നിട്ട് ഓടിക്കൊള്ളാൻ പറയാ, അള്ളാഹുവിന്റെ അടുത്തേക്ക് വേഗം ഫസഉ ഇലാദിരിക്കില്ല, അള്ളാഹുവിന്റെ ആ സ്മരണയിലേക്ക് ഭയങ്കര സ്പീഡിലേക്ക് പോകാൻ പറയാ. അപ്പൊ വെള്ളിയാഴ്ച പള്ളിക്ക് വിളിക്കുമ്പോൾ നിങ്ങളൊന്ന് ഓഫാക്കുക, നിങ്ങളെ സാധാരണ പണി ഓഫാക്കുക. അല്ലാതെ ഖുർആനിൽ ഒരു സ്ഥലത്തും അവധിയുടെ ഒരു പ്രഖ്യാപനമില്ല, അവധിയുടെ പ്രശ്നമില്ല. രാവും പകലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ദിനങ്ങളെ ഈ സംവിധാനിച്ചിട്ട് വജഅൽനാ നൗമക്കും സുബാത്ത, നിങ്ങൾക്ക് വിശ്രമിക്കാൻ രാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ട്. വജഅൽനാ ലൈല ലിബാസ, അതിന് രാത്രിയെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വസ്ത്രം പോലെ ആക്കിയിട്ടുണ്ട്. വജഅൽനാ നഹറ മആശ, പകൽ നിങ്ങൾക്ക് അധ്വാനിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യത്തിനുള്ള മആശ് എന്ന് പറഞ്ഞാൽ പണമൊന്നും ശമ്പളമൊന്നും ജീവിത സന്ധാരണമൊന്നും ഒരുപാട് അർത്ഥമുണ്ട്. അധ്വാനിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഏർപ്പാടാക്കി. അപ്പൊ പകല് മുഴുവനും കഴിവിന്റെ പരമാവധി അധ്വാനിക്കുക. അധ്വാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അധ്വാനം കഴിഞ്ഞാൽ മറ്റൊരു അധ്വാനം. ഇദാ ഫറഗത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്.
എപ്പോഴും നിന്റെ രക്ഷിതാവിലേക്ക് പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യാം. ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതിനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം വേണം, അത് പൂർത്തിയാക്കാനും അള്ളാഹുവിന്റെ സഹായം വേണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ഇല്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും പ്രതീക്ഷ അള്ളാഹിലേക്കാണ് ബന്ധിപ്പിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രം പ്രതീക്ഷ അതായത് തീ ചൂട് എന്നൊക്കെയാണ് പത്രക്കാർ എഴുതുന്നത്. കഠിനമായ ചൂട്. ആളുകളെല്ലാം ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എന്തെല്ലാം മാർഗം നോക്കണം. AC ഫിറ്റ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, മറ്റു ചെയ്യണം, കുറെ കറണ്ട് ഉണ്ടാക്കണം. പക്ഷെ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ ചെയ്ത് അവനോട് ഇത് ചോദിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം ജനങ്ങൾക്ക് അറിയില്ല എന്നാണ്. അത് പറയില്ല. കാരണം ഇതൊക്കെ അവർ സ്വന്തം നിലയ്ക്ക് ചെയ്യേണ്ടതാണ് എന്നുള്ള നിലയ്ക്കാണ്. പിന്നെ പറയുന്നത് തെളിച്ചു, കാലവർഷം തെളിച്ചു, മറ്റു തെളിച്ചു, ഇത്ര സെന്റിമീറ്റർ, ഇത്ര മില്ലിമീറ്റർ ഉണ്ടാകുന്ന, അത്ര മില്ലിമീറ്റർ ഉണ്ടായില്ല, ഇത്ര മില്ലിമീറ്റർ ഉണ്ടാകുന്ന കുഴപ്പം അവനവിടെ കാള വെട്ടിയിട്ടതുകൊണ്ടാണ്, മറ്റത് ഇങ്ങനെ കൊണ്ടാണ്. എന്തെല്ലാം തരത്തിലുള്ള വിവരക്കേടുകളാണ് വലിയ വലിയ ആളുകളെന്ന് വിചാരിക്കുന്നത് തട്ടിവിടുന്നത്. പത്രത്തിലൊക്കെ തന്നെ അടിച്ചു വരികയും ചെയ്തത്. ഈ പ്രപഞ്ചത്തിന്റെ പ്രകൃതിയെ നിയന്ത്രിക്കുന്ന കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത് യാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി വയുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുകും ബിഅംവാലിൻ വബനീന. നിങ്ങൾ തൗബയും ഇസ്തിഗ്ഫാറും ചെയ്താൽ നിങ്ങൾക്ക് ആകാശത്തെ നാം മഴയായി വർഷിപ്പിച്ചു തരാം. മനുഷ്യൻ ചെയ്യുന്ന ഈ തോന്നിയാസവും കൊള്ളരുതായ്മയും കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കാൻ തീരുമാനിച്ചാൽ അല്ലാഹുവിനോട് മടങ്ങിയിട്ട് ചോദിക്കണമെന്നുള്ള ആ ഒരു മനോഭാവമല്ല ആളുകൾക്കുള്ളത് എന്നുള്ളതാണ്. ആളുകൾ ഇവിടെ ചൂടിന്ന് രക്ഷപ്പെടാൻ എന്തെല്ലാം പണി എടുക്കണം. പക്ഷെ മഹാ ചൂടിലേക്കാണ് ചെന്ന് ചാടാൻ പോണത്. നാറെന്ന് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ എത്ര വലിയ ചൂടാണ്. ഇവിടെ AC-യും മണ്ണക്കടയാകും ഉണ്ടാകും. പക്ഷെ അവിടെ ഒന്നും വില പോവാത്ത ഒരു വലിയ സ്ഥലത്തേക്കാണ്. പറഞ്ഞാലിട്ട് വിശ്വസിക്കൂല, പറയുന്നവന് ഭ്രാന്തനാവും, അതിന് തീവ്രവാദിയാവും. ഒരു നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യമാണ്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഓരോ സമയവും പരീക്ഷിക്കുമ്പോൾ പടച്ചവനിലേക്ക് മടങ്ങുന്നതിന് പകരം മനുഷ്യന് സ്വന്തമായി എന്തെങ്കിലുമൊക്കെ ആക്കിക്കളയാമെന്നുള്ള ഒരു പ്രതീക്ഷ പടച്ചവനോടല്ല മനുഷ്യരിൽ അധികം ആളുകൾക്കുള്ളതെന്നുള്ള. നിന്റെ രക്ഷിതാവിലേക്ക് പ്രതീക്ഷ അർപ്പിക്കുക. എല്ലാ പ്രതീക്ഷയും അള്ളാഹുവിലേക്ക് വെക്കാൻ. അപ്പൊ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, കഴിവിന്റെ പരമാവധി പ്രവർത്തിക്കുക. ഒരു ചെരുപ്പിന്റെ വള്ളിയേറ്റു പോയാല് നമുക്ക് എളുപ്പം നമുക്ക് കുത്തിക്കെട്ടാൻ പറ്റുന്ന സാധിക്കുന്ന സംഗതിയാണ്. പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ് അത് കെട്ടുന്നതിന് മുമ്പ് നിന്റെ പ്രവാചകൻ അള്ളാഹുവിനോട് നീ പ്രാർത്ഥിക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാല് നമുക്കറിയില്ല. നമ്മൾ വിചാരിക്കുന്നത് നിസാരമാണ്. ചെരുപ്പിന്റെ ഇത് എടുത്തിച്ച് കെട്ടില്ല. നമ്മൾ ചെരുപ്പിന്റെ വള്ളി കുഞ്ഞു കെട്ടുമ്പോ ഈ ഭൂമിയും പ്രപഞ്ചവും കൂടെ തന്നെ നിന്ന് തരണ്ടേ, കുത്തി അങ്ങോട്ട് കയറണ്ടേ. ഇതൊക്കെ നമ്മൾ കേട്ടോട് കയറണമെന്നില്ല. ഈ പ്രപഞ്ചത്തിന് ഒരുപാട് ഏർപ്പാടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. വർഷത്തമായി കാര്യങ്ങൾ പൊട്ടിയ കൈക്കാത്തി കയറിപ്പോയ സൂചന മുന്നടിക്ക് നേരെ ഹാർട്ടിലേക്ക് പോയാൽ ഉണ്ടാവും ആയിക്കൂടെ അവല്ലോ. അപ്പൊ അവിടെയൊക്കെ ഓരോ സെക്കൻഡും മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ച് നിർത്തുന്നത് കൊണ്ടാണ് നിലനിൽക്കുന്നത് എന്നൊരു ബോധം വേണം. ചെരുപ്പിന്റെ വള്ളിയേറ്റുപോയാൽ പടച്ചവനോട് ചോദിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ വലിയ കാര്യങ്ങളുടെ കാര്യം പറയാനുണ്ടാവും. എപ്പോഴും എല്ലാ കാര്യത്തിലും അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ട് മാത്രമേ അള്ളാഹുവിന്റെ പ്രവാചകൻ ചെയ്തിരുന്നുള്ളൂ. അത് നിങ്ങളും ചെയ്യണമെന്നാണ്. നിങ്ങൾ പകലില് അള്ളാഹുവിനെ അധ്വാനിക്കുന്നവർ, അധ്വാനം കഴിഞ്ഞാൽ വേറെ അധ്വാനം, ഏത് അധ്വാനം, ഭൗതികമോ ആത്മീയമോ അല്ലെങ്കിൽ ദുന്യാവോ, പക്ഷെ ദുന്യാവിന് വേണ്ടി അധ്വാനിക്കുന്ന എല്ലാ അധ്വാനത്തിന്റെയും ഒരു ഫലം ആഖിറത്തിൽ കിട്ടാനും എന്ന ഒരു ചിന്ത, ഒരു നിയ്യത്ത് വെക്കണം എന്നുള്ളതാണ് അറബിക ഫർഖ് എന്ന് പറഞ്ഞാൽ ഒട്ടിച്ചു പറഞ്ഞത്. അധ്വാനം വെറും ദുന്യാവിന് വേണ്ടി മാത്രമായാൽ നഷ്ടത്തിൽ പെട്ടുപോകും. ആഖിറത്തിനെയും കൂടെ ലക്ഷ്യം വെച്ചിട്ടുള്ള അധ്വാനം തന്നെ വേണ്ടി വരും എന്നാണ്. ആ അധ്വാനം ആഖിറത്തിനെയും കൂടെ ലക്ഷ്യം വെച്ചിട്ടുള്ള അധ്വാനത്തിനാണ് യഥാർത്ഥ ദുന്യാവിൽ ഫലവും ആഖിറത്തിൽ പ്രതിഫലവും ഉള്ളത്. അപ്പൊ വളരെ ഗൗരവപൂർവ്വം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന ഏതൊരു സംഗതിക്കും നിങ്ങൾ ആദ്യം അള്ളാഹുമായി ബന്ധപ്പെടുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, പിന്നെ പ്രവർത്തിക്കുക. ആ പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥന. അതിന് കോപ്പിയുടെ പഠിച്ചിട്ടുണ്ട്. എല്ലാ ആളുകളും അത് വാങ്ങി പഠിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി പറഞ്ഞിരുന്നു. അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി. എന്റെ കാര്യങ്ങളുടെ രക്ഷയായ എന്റെ ദീൻ നീ എപ്പോഴും എനിക്ക് മതനിഷ്ഠ നീ നന്നാക്കി തരണമേ എന്ന്. എന്റെ ജീവിതം നിലകൊള്ളുന്ന ദുന്യാവ് നീ എനിക്ക് നന്നാക്കി തരണേ തമ്പുരാനെ. എന്റെ മടക്കസ്ഥലം ഉൾക്കൊള്ളുന്ന പരലോകം നീ എനിക്ക് എപ്പോഴും നന്നാക്കി തരണമേ. എല്ലാ നിലയ്ക്കും എന്റെ ഈ ദുന്യാവിലെ ജീവിതം നീ നല്ലതാക്കി തരണമേ. പടച്ച തമ്പുരാനെ എന്റെ മരണം
എല്ലാത്തരം തിന്മകളിൽ നിന്നുമുള്ള ഒരാശ്വാസമാക്കി തരണേ എന്ന് എല്ലാ സംഗതിയും ദുന്യാവും ആഖിറവും ജീവിതവും മരണവും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസിലുള്ള ഒരു പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും അത് പറഞ്ഞിരുന്നു. അന്ന് അതിന്റെ കോപ്പി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആളുകൾ അത് വാങ്ങിയിട്ട് അതെല്ലാത്തിലും എഴുതി എടുത്ത് പഠിച്ച് തീർച്ചയായിട്ടും നിരന്തരമായി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് വിജയിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെവരെയും ആക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه عظيم سلطانه. سبحانك لا نزيدنا كما أثنيت نسألك الحمد حتى ترضى. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباء മുസ്ലിം വഹിയായ ധാന്യം വിതരണം ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെടുന്നു. വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ് പ്രാർത്ഥന. പ്രാർത്ഥനയില്ലാത്ത പ്രവർത്തനവും പ്രവർത്തനമില്ലാത്ത പ്രാർത്ഥനയും ഒരുതരം അർത്ഥശൂന്യമാണ്. ഒരു പ്രാർത്ഥനയില്ലാത്ത പ്രവർത്തനം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവഗണിക്കുന്നു. പ്രാർത്ഥിച്ചിരുന്നിട്ട് പിന്നെ പ്രവർത്തിക്കാതിരുന്നാൽ അതിന്റെ വിവരം കളയാറില്ല. അപ്പോൾ രണ്ടും വേണം. ആദ്യം പ്രാർത്ഥന. അത് ജീവിതത്തിൽ വളർന്നിരിക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലും പ്രാർത്ഥനയോ പ്രവർത്തനമോ ഉണ്ടായിരിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം. ഏതാണ് എല്ലാ റബ്ബിക ഫറദ്. ഇതിന്റെ രക്ഷിതാവിലേക്ക് പ്രതീക്ഷ അർപ്പിക്കണം എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ ഒന്നിൽ നിന്ന് ലഭിച്ചാൽ മറ്റൊന്ന്. ഇപ്പോൾ ഒരു അവധി. അവധിയെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളുടെ മുന്നിൽ ഒരു അവധിയുണ്ട്, മധ്യമേന അവധി. അതിങ്ങനെ ഏതാണ്ട് 10-12 ദിവസം കഴിഞ്ഞു പോയി. ഇനിയും ഇങ്ങനെയാണ് ദിവസങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ അവധി ഇങ്ങനെ കാത്തിരിക്കുന്ന സമയമാണ്. കാരണം കടുത്ത സിലബസ്, കട്ടിയുള്ള പുസ്തകങ്ങൾ, സ്കൂള് കഴിഞ്ഞാൽ പിന്നെ ട്യൂഷൻ, ഇതൊക്കെ കൂടെ ആയിട്ട് എങ്ങനെയെങ്കിലും അവധി കിട്ടണമെന്നുള്ളതാണ്. അവധി കിട്ടിയാലോ കളിച്ച് കുട്ടികൾക്ക് ആനന്ദത്തിന്റെ ഒരു കാലം. എൻ്റെ ചില സുഹൃത്തുക്കളുണ്ട്, ഓർത്തോ സ്പെഷ്യലിസ്റ്റുകളുണ്ട്. അവർക്ക് കൊയ്ത്തിൻ്റെയും കാലമാണ്. അവർ തമാശ പറയാറുണ്ട്, എങ്ങനെയാണ് അത്. കാരണം ലക്കും ലക്കാനില്ലാതെ ഓടി കൈയും കാലും ഓടിച്ചാൽ പിന്നെ അങ്ങോട്ടങ്ങനെ പോകാം. അപ്പോൾ ഓർത്തോക്കാർക്കെല്ലാം നല്ല കൊയ്ത്താണെങ്കിലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ല ആനന്ദത്തിന്റെ കാലമാണ്. ഇങ്ങനെ ലക്കും ലക്കാനില്ലാതെ ഓടിക്കളിച്ചും വിരുന്നുപോയി TV കണ്ട് തീർക്കാനുള്ളതല്ല അവധി എന്ന് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് വളരെ 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 ദുർഘടമായ അല്ലെങ്കിൽ മോശമായ ഒരു സാമൂഹ്യ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൽ നിന്ന് ധാർമ്മികത വളർത്തുന്ന വലുതായി ഒന്നും കിട്ടാനില്ലാത്തതാണ്. ഡിഗ്രികളും സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുന്ന ലക്ഷ്യം വെച്ച വിദ്യാഭ്യാസത്തിൽ ധാർമ്മികമായി ഇല്ല എന്നുള്ളതാണ്. കലാലയ അന്തരീക്ഷങ്ങൾ, സ്കൂൾ അന്തരീക്ഷങ്ങളിലൊക്കെ അധാർമികതയുടെ കുത്തൊഴുക്ക് നടന്നുകൊണ്ടിരിക്കും. മദ്രസ വിദ്യാഭ്യാസം കൊടുക്കാൻ പലപ്പോഴും യഥാർത്ഥത്തിൽ മതിയായ നിലയിൽ മദ്രസ വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയില്ല. ഗ്രാമത്തിലെ കുട്ടികൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പട്ടണത്തിലെ കുട്ടികൾക്ക് സൗകര്യം. ഇനിയുള്ള സൗകര്യം പോലും രക്ഷകർത്താക്കൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല. ഇപ്പോൾ ടിവിയും ഇന്റർനെറ്റും കമ്പ്യൂട്ടർ ഗെയിമുകളും അതുപോലെ മൊബൈൽ ഗെയിമുകളും കുട്ടികൾ ഏത് സമയവും അതിന്റെ പിന്നിലാണെന്നുള്ളതാണ്. ഈ ഗെയിമുകൾ മാത്രമല്ല, ഒരു പ്രത്യേകതരം സെക്സും അതുപോലെ സ്റ്റണ്ടും മനുഷ്യനെ വല്ലാണ്ട് വിടുന്ന സിനിമകൾ, പ്രത്യേകിച്ച് യൂറോപ്പിൽ നിന്നൊക്കെ ഇറങ്ങുന്ന സിനിമകളുടെ ഒരു പ്രത്യേകത കുട്ടികളെ ഇങ്ങനെ വയലന്റ് ആക്കുന്ന ഒരു രീതിയിലാണ്. എല്ലാ ആളുകളും പട്ടണത്തിലെ കുട്ടികൾ പ്രത്യേകിച്ചും അവർക്ക് പുറത്തിറങ്ങി കളിക്കാൻ സ്ഥലമില്ല, കളിസ്ഥലങ്ങൾ മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ഈ ടിവിയുടെ മുന്നിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ കുത്തിയിരിക്കും. ഇതവരുടെ ജീവിതത്തെ വല്ലാണ്ട് സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇത്തരം സംഗതികൾ കൊണ്ട് പൊറുതിമുട്ടിയിട്ട് കുടുംബം തകർക്കുന്ന തരത്തിൽ അനുസരണക്കേടും സ്വഭാവ ദൂഷ്യവും ഒക്കെ ആയിട്ട് വരുന്ന കുട്ടികളുമായിട്ട് രക്ഷകർത്താക്കള് ബേജാറായിട്ട് കൗൺസിലിങ്ങിനൊക്കെ വരാറുണ്ട്. പലതരം ഒരുപാട് അനുഭവങ്ങൾ പറയാൻ സാധിക്കുന്നു. അപ്പൊ ഇതിൽ നിന്നൊക്കെ കുട്ടികളെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് രക്ഷിച്ചെടുക്കാനുള്ള ഒരു അവസരം എടുക്കാൻ പറ്റിയതാണ് ഈ മധ്യമേന അവധികൾ. പല സംഘടനകളും, മതസംഘടനകളും സാമൂഹിക സാംസ്കാരിക സംഘടനകളൊക്കെ അവധിക്കാല ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. പല ആളുകളും നടത്തുന്നുണ്ട്, പലയിടത്തും പല വിഭാഗങ്ങളും നടത്തുന്നുണ്ട്. അപ്പൊ അത്തരം ക്യാമ്പുകൾ നടത്താത്ത സ്ഥലങ്ങളിലെ മഹല്ലുകളോ അല്ലെങ്കിൽ കമ്മിറ്റികളോ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ദിവസം 5-10
15 ദിവസങ്ങളിൽ ഓരോ പ്രദേശത്തിന്റെ ആവശ്യം പ്രമാണിച്ച് കുട്ടികൾക്ക് ധാർമ്മിക മതവിദ്യ, അടിസ്ഥാനപരമായി ഖുർആനും ഹദീസും കുറച്ച് കർമ്മശാസ്ത്രവും ഇസ്ലാമോ ചരിത്രവും ഈ സത്യവിശ്വാസത്തിന്റെ അഭിമാനം ഉൾക്കൊള്ളുന്ന ബാലപാഠങ്ങൾ വിഭാഗീയത പഠിപ്പിക്കണമെന്ന് ഞാൻ പറയില്ല. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അടിസ്ഥാനപരമായ ഒരു സംഗതികൾ വളരെ പഠിപ്പിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. രക്ഷകർത്താക്കളും കുട്ടികളും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനുവേണ്ടി മുൻകൈയെടുക്കേണ്ടതാണ്. എല്ലാ ആളുകളും, സമുദായത്തോട് താല്പര്യമുള്ള എല്ലാ ആളുകളും ഇതിന് മുൻകൈയെടുത്ത് ഈ അവധി വേഗങ്ങൾ തീർന്നു പോകും. അള്ളാഹുവിന്റെ കിതാബിൽ കൃത്യമായി പറഞ്ഞത് ഒരു വിഷയത്തിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊരു വിഷയത്തിൽ പ്രവേശിക്കുകയും നിന്റെ രക്ഷിതാവിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുകയാണ്. അവധി എന്നൊരു ഏർപ്പാടില്ല, ജോലി മാത്രമാണ്. അവിടെ കുട്ടികൾ സ്കൂളിലെ സാധാരണ നിലയിലുള്ള പാഠ്യപദ്ധതി കഴിഞ്ഞെങ്കിൽ നമുക്ക് മറ്റു പല കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള ഒരു അവസരമാണിത്. മക്കളും അതുപോലെ തന്നെ പേരക്കുട്ടികളുമുള്ള രക്ഷകർത്താക്കളാണ് ഇവിടെ യഥാർത്ഥത്തിലുള്ളത്. അത് ഈ അവസരം ശരിയായ നിലയിൽ തന്നെ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. പല ആളുകൾ മാത്രം കാര്യങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഈ സംഘടനകൾ അവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പലപ്പോഴും ചെയ്യാറുണ്ടെങ്കിലും ഗൗരവമായി മഹല്ലുകളോ അതുപോലെ മറ്റു സാമൂഹിക സാംസ്കാരിക സംഘടനകളോ ഒന്നും പലപ്പോഴും ചെയ്യാറില്ല. ചെയ്തേ പറ്റൂ എന്നുള്ളതാണ് കാര്യം. ഇന്നത്തെ നിലവിലുള്ള സാഹചര്യം ചുറ്റുപാട് റോഡിൽ ഇറങ്ങിയാൽ പോസ്റ്റർ, കംപ്ലീറ്റ് അർത്ഥനഗ്രഹ പൂർണ്ണമായ പോസ്റ്ററുകൾ, കുട്ടികളെയൊക്കെ സെക്സിലേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള പോസ്റ്ററുകൾ, പത്രമെടുത്തു പോയാൽ ടി വി തുറന്നാൽ റേഡിയോ തുറന്നാൽ സദാചാരത്തിന്റെ മൂല്യങ്ങളെ തകർക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ, ഏർപ്പാടുകളും നാനാഭാഗത്തു നിന്നും നമ്മളിങ്ങനെ അള്ളിമാന്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുട്ടികളോടുള്ള ഭയങ്കരമായ സ്നേഹം കൊണ്ട് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കും, ബൈക്ക് വാങ്ങിക്കൊടുക്കും, ഇതെല്ലാം അടിച്ചു പിടിച്ച് ചെത്തിപ്പൊളിച്ച് നടന്നിട്ട് അവസാനം നമുക്ക് കുട്ടികൾ വലിയ ഒരു ഭാരമായി മാറും. ഇവിടെ മാത്രമല്ല പരലോകത്ത് ഒരു ഭാരമായി മാറും. മക്കളോടുള്ള ലാളന കൊണ്ട് അവർ നമ്മളെ അടുത്ത് നിന്നോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അകലങ്ങളിലുള്ള ക്യാമ്പുകളിലൊന്നും കൊണ്ടുവിടാൻ മടിക്കേണ്ടതില്ല എന്നുള്ള ചില ആളുകളുണ്ട്. കുട്ടികളെ കൊണ്ട് ഒരു 5 ദിവസം 6 ദിവസം കൊണ്ടുപോയിട്ട് അമ്മ കരച്ചിൽ, വാപ്പ മുത്തം കൊടുക്കൽ, ഇതൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടും കേട്ടും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. കുട്ടികളെ സ്നേഹിക്കണ്ട, ലാളിക്കണ്ട എന്ന് പറയില്ല. പക്ഷെ അമിത ലാളന യഥാർത്ഥത്തിൽ ആ കുട്ടികളുടെ ഭാവിയെ തകർക്കുന്നതായിരിക്കും. സ്വന്തം മക്കളെ ധാർമ്മിക സദാചാര മൂല്യമുള്ളവരായി വളർത്തിയെടുക്കുന്നതിന് കൈവന്നിട്ടുള്ള ഈ അവസരം മക്കളായാലും പേരക്കുട്ടികളായാലും ഇനി മുതിർന്നവർക്ക് തന്നെ തിരക്ക് പിടിച്ച സമയങ്ങൾ ഒഴിഞ്ഞു കിട്ടുന്ന ഈ സന്ദർഭങ്ങളിൽ ഇസ്ലാമികമായ കാര്യങ്ങൾ, ധാർമ്മികമായ കാര്യങ്ങൾ പഠിക്കാൻ ഇത് ഉപയോഗിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നിർദ്ദേശിച്ച കാര്യമാണ്. അപ്പോൾ നിരന്തരമായി അള്ളാഹുവിലേക്ക് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ടേയിരിക്കുക. ഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആ പ്രയാസം കണ്ട് പറയേണ്ടത് നിങ്ങളോട് ഈ കൽപ്പന നൽകുമ്പോ നിരന്തരമായി അധ്വാനിക്കാൻ പറയുമ്പോ നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ പ്രയാസം തോന്നിയേക്കാം. പക്ഷേ പ്രയാസത്തോടൊപ്പമാണ് ആശ്വാസം നാം വെച്ചിട്ടുള്ളത്. പ്രയാസപ്പെടാത്തവന് ആശ്വാസത്തിന്റെ അർഹത ഉണ്ടാവില്ല. ആശ്വാസം ദുനിയാവിലും ആഖിറത്തിലും ആശ്വാസത്തിന് അർഹത നേടണമെങ്കിൽ പ്രയാസം സഹിക്കാനുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ആ ഒരു സൃഷ്ടിപ്പിനോട് നീതിയും കൂറും പുലർത്താനുള്ള ഒരു മനസ്സിനെ കൊണ്ടാവണം. അതിന് ഈമാൻ വേണം. അത് വളർത്തിയെടുക്കണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ തരാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നിരന്തരമായി അവന്റെ വാതിൽ പൊട്ടിക്കൊണ്ടേയിരിക്കും. രാത്രിയിലും പകലുമൊക്കെ രാത്രിയിലും അള്ളാഹുവിനോട് സുജൂദ് ചെയ്ത് പ്രാർത്ഥിക്കുക. ഈ രാവേറെയും അവന്റെ ഔന്നിത്യവും സ്തോത്രങ്ങളും വാനോളം പുകഴ്ത്തിക്കൊണ്ട് പ്രാർത്ഥന നിരതമാകുക. അങ്ങനെ പ്രാർത്ഥനയിലൂടെ പ്രവർത്തനത്തിലുള്ള ആർജവം കൈവരിച്ചുകൊണ്ട് ജീവിത വിജയം പ്രാപിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വരെ ആക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹു മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ റബ്ബന അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലിയ ബഖിയത്തി അസ്ഹാബി റസൂലില്ലാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനേ, നിങ്ങളുടെ എല്ലാ പാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. നിങ്ങളുടെ മാതാപിതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും ഭാര്യ സന്താനങ്ങൾക്കും ബന്ധുമിത്രർക്കും നാട്ടാർക്കും സുഹൃത്തുക്കൾക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസത്തിന് പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളിൽ നിന്നും നീ നിലത്തിയ ആളുകളുടെ പരസ്യയുടെ ശാന്തതയുടെ സമാധാനത്തിന്റെ ജീവിതമാക്കി മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ ഒരുപാട് ആളുകൾ രോഗികളായി കിടക്കുന്നുണ്ട്. ഓപ്പറേഷൻ വിധേയമാകുന്ന ആളുകളുണ്ട്. അവർക്കെല്ലാം ആശ്വാസവും സമാധാനവും തരണേ തമ്പുരാനെ. അവരുടെ വേണ്ടപ്പെട്ടവരുടെ കുറവുകളെല്ലാം നീ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. റഹ്മാനായ നാഥ, അകലങ്ങളിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ പരിഹരിച്ച് അവരെ നീ ഹിദായത്തിന്റെ പോയും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പഠിച്ചനെ നീ മേധാവിധി പഠിക്കാനും മനസ്സിലാക്കി
മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, ചൂട് കൊണ്ട് എരിപറ്റി കൊള്ളുകയാണ് ഞങ്ങളെ നീ ആശ്വസിപ്പിച്ചുകൊണ്ട് മഴ വർഷിപ്പിക്കണേ തമ്പുരാനെ. നാഥ, നിങ്ങൾക്ക് നീ മഴ വർഷിപ്പിച്ചു തരണേ തമ്പുരാനെ. മതിയായ അളവിൽ ശാന്തമായ ആശ്വാസകരമായ മഴ നീ വർഷിപ്പിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ നീ തട്ടിക്കളയല്ല തമ്പുരാനെ. ഏതു സ്വീകരിച്ച് ഉത്തരം തരണേ തമ്പുരാനെ. ദുനിയാവിൽ ശാന്തമായി ജീവിച്ച് ശാന്തമായി നിന്നിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹു സന്താനങ്ങളിൽ സമ്പത്തുകളിലും നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, ഏറ്റവും ഉത്തമമായതെല്ലാം ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ബുദ്ധിയും കഴിവും ശേഷിയും ആരോഗ്യവും നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവസാന നിമിഷം വരെ നിനക്ക് വേണ്ടിയുള്ള അധ്വാനത്തിൽ ഏർപ്പെടാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അങ്ങനെ റാദിയത്തും മർദിയായി നിന്നിലേക്ക് മടങ്ങി വരാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അവരിടങ്ങൾ പ്രകാശപൂരിതമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, മഹ്ശറിൽ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. നരകശിക്ഷയിൽ നിന്ന് കാക്കണേ നാഥ. സ്വർഗ്ഗത്തിൽ ഫിർദൗസിൽ ലിഖാ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا تقبل منا دعانا وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين.